ഈ ഏകാധിപതികൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അവർക്ക് മറ്റുള്ളവരെ പുകഴ്ത്തുന്നത്, അതായത് തന്നെക്കാൾ അധികം കഴിവ് മറ്റുള്ള ആർക്കെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ താനാണ് ഏറ്റവും കേമൻ, തന്നെക്കാൾ മറ്റൊരാൾ ഉണ്ടാകില്ല എന്നാണ് എല്ലാ ഏകാധിപതികളും വിശ്വസിക്കുന്നത്. അവരുടെ പിന്നെ അവരുടെ ചുറ്റിനുമുള്ള ഈ ഉപജാപക സംഘവും അത്തരത്തിലാണ് അദ്ദേഹത്തെ പറഞ്ഞ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും. താങ്കളാണ് ഏറ്റവും വലിയ ആൾ, താങ്കളെപ്പോലെ വേറെ ആരുമില്ല, ദൈവം കഴിഞ്ഞാൽ താങ്കളാണ് ഏറ്റവും ഉന്നതൻ എന്നൊക്കെ പറഞ്ഞ് അയാളെ ഈ ഏകാധിപതിയെ ഇങ്ങനെ ശ്ലാഘിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഏകാധിപതി വിചാരിക്കുന്നത് ഞാനാണ് ഏറ്റവും മികച്ചവൻ എന്നാണ്, തന്നെക്കാൾ അപ്പുറം ഈ നാട്ടിൽ മറ്റാരുമില്ല എന്നുള്ള ഒരു ധാരണ അവരറിയാതെ അവരുടെ മനസ്സിൽ അങ്ങ് അടിയുറച്ച് ബലം പിടിച്ച് അല്ലെങ്കിൽ കോൺക്രീറ്റ് പോലെ ഉറഞ്ഞു കിടക്കും. അതുകൊണ്ട് മറ്റുള്ളവരെ ആരെയെങ്കിലും പ്രശംസിക്കുന്നവർക്ക് ഇഷ്ടമല്ല. എന്നാൽ സ്വന്തം പ്രശംസ, സ്വയം ഇങ്ങനെ പ്രശംസിക്കുന്നതും വാഴ്ത്തിപ്പാടുന്നതും ഒക്കെ വലിയ ഇഷ്ടവുമായിരിക്കും. ഞാനിത് പറയാൻ പോകുമ്പോൾ ഇപ്പം നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നു. കേരളത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു വേദിയിൽ വെച്ച് ആ വേദിയിൽ സ്വാഗതം പറഞ്ഞ ഒരാൾ മറ്റൊരു നേതാവിനെ, മറ്റൊരു പാർട്ടിയുടെ, പ്രതിപക്ഷ പാർട്ടിയുടെ പ്രമുഖനായ ഒരു നേതാവിനെ വാഴ്ത്തി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അല്പം അതിരുകടന്ന ആയിപ്പോയി എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ പരാതിയായിട്ട് വന്നിരിക്കുന്നത്. അത് വേറെ ആരുമല്ല, രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല ആ വേദിയിൽ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയാണ് അവിടുത്തെ ആ വേദിയിൽ ഏറ്റവും പ്രമുഖമായ വ്യക്തി, ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അദ്ദേഹമായിരുന്നു. പിന്നെ രാഷ്ട്രീയ പാർട്ടിക്കാരിൽപ്പെട്ട മറ്റ് പല നേതാക്കന്മാരായിരുന്നു. വി ഡി സതീശൻ ഉണ്ടായിരുന്നു, രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള ആ വേദിയിൽ വെച്ചിട്ട് രമേശ് ചെന്നിത്തലയെ മികച്ച ഒരു ആളായിട്ട് വാഴ്ത്തി ഈ സ്വാഗത പ്രാസംഗികൻ. വാഴ്ത്തിയെന്ന് മാത്രമല്ല, അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രിയാകുന്നത് ആയി വരണമേ എന്നുള്ള ആശംസകളും അദ്ദേഹം നേർന്നു. ഒരു മുഖ്യമന്ത്രി അടുത്ത മൂന്നാമത്തെ തവണയും മുഖ്യമന്ത്രി ആകണമെന്ന് ഉറപ്പിച്ച് മനസ്സിൽ തീരുമാനിച്ചു വച്ചിരിക്കുന്ന ആ ആളിരിക്കുമ്പോഴാണ്, പിണറായി വിജയൻ ഇരിക്കുമ്പോഴാണ്, മൂന്നാം ഫാട്രിക് വിജയം തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിനെ ഇരുത്തിക്കൊണ്ട് ഈ സ്വാഗത പ്രാസംഗികൻ രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രി ആകണം, അതിന് ഞാൻ ആശംസിക്കുന്നു എന്ന് പറഞ്ഞത്. ഇത് വലിയ ബുദ്ധിമുട്ടായി. അത് പറഞ്ഞത് സംഭവം നടന്നതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഈ വ്യവസായിയായ രവി പിള്ളയെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ രവി പിള്ളയെ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തക പ്രകാശനമൊക്കെ നടന്നു. അദ്ദേഹം എഴുതിയ ആത്മകഥയുടെ പുസ്തക പ്രകാശനമൊക്കെ നടന്നു ഇവിടെ. അതോടൊപ്പം തന്നെ ഒരു വ്യവസായിയായ രവി പിള്ളയെ ആദരിക്കാനുള്ള ചടങ്ങുണ്ടായിരുന്നു. അതിൽ സ്വാഗതം പ്രസംഗിച്ച ഡോക്ടർ ജി രാജ്മോഹനാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത്. രാജ്മോഹൻ എന്ന് പറയുന്നത് ആരാണെന്ന് തിരുവനന്തപുരത്തുകാർക്കും ഒരുപക്ഷെ മിക്കവാറും എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും അറിയാവുന്നതാണ്. എന്തായാലും പിണറായി വിജയന്റെ അടുത്തിരുത്തിക്കൊണ്ട് തുല്യനാണെന്ന് പറഞ്ഞത് സാധാരണ ഇത്തരം പ്രശ്നങ്ങളിൽ മുഖ്യമന്ത്രി വളരെ പെട്ടെന്ന് പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. കാരണം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വാഴ്ത്തിപ്പാട്ടൽ അച്യുതാനന്ദന് എതിരായിട്ട് അച്യുതാനന്ദനെ വാഴ്ത്തിപ്പാടിയപ്പോഴും മുദ്രാവാക്യം വിളിച്ചപ്പോഴും പി ജയരാജന് അനുകൂലമായിട്ട് മുദ്രാവാക്യം ഉയർന്നപ്പോഴും വാഴ്ത്തിപ്പാട്ട് വന്നപ്പോഴും ഒക്കെ അസ്വസ്ഥത കാണിക്കുകയും അതിനെല്ലാം അപ്പോൾ തന്നെ തകർക്കുകയും ചെയ്ത ആളാണ്. അങ്ങനെ ഈ ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തിന് വലിയ വിഷമമായി. തന്നെ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ ശ്ലാഘിച്ച് ശരിയല്ല എന്ന് പറഞ്ഞു. എന്തായാലും ഈ രാജ്മോഹൻ ആരാണെന്ന് ഇനി നമുക്ക് പറയേണ്ടല്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. കേരള രാഷ്ട്രീയത്തിലെ ഡോക്ടർ രാജ്മോഹൻ പറഞ്ഞത് ഇങ്ങനെയാണ്: കേരള രാഷ്ട്രീയത്തിലെ ഒരിക്കലും അവഗണിക്കാൻ കഴിയാത്ത രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രിയായി അദ്ദേഹം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. രാഷ്ട്രീയ ചർച്ചകൾക്കൊന്നുമുള്ള വേദിയല്ല ഇത്. സ്നേഹത്തോടും ബഹുമാനത്തോടും പെരുമാറുന്ന വലിയ ചാലക ശക്തിയാണ് രമേശ് ചെന്നിത്തല എന്നായിരുന്നു സ്വാഗത പ്രസംഗൻ പറഞ്ഞത്. അങ്ങനെ സ്വാഗത പ്രസംഗത്തിന്റെ കൂട്ടത്തിൽ സ്വാഗതം നടത്തുമ്പോൾ സ്വാഗതം കൊടുക്കേണ്ട ആൾക്കാരെ ഒന്ന് പ്രശംസിച്ച് പറയുക സാധാരണ പല സ്വാഗത പ്രസംഗരുടെയും ഒരു കടുത്ത കൈയാണ്.
ഈ രാജ്മോഹനും അതാണ് ചെയ്തത്. ഇനി ഈ രാജ്മോഹൻ ആരാണെന്ന് പിന്നെ പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും. എങ്കിലും നാം പറയാം, ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന്റെ മുൻ CMD ആണ് ഈ രാജ്മോഹൻ എന്ന് പറയുന്നത്. CPM നേതാക്കളുമായിട്ട് അടുത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പ്രധാനമായിട്ടും പല CPM നേതാക്കന്മാരുടെ, പ്രത്യേകിച്ച് MA ബേബിയുടെ സഹകരണവുമായുള്ള സ്വരലയ എന്നുള്ളൊരു സംഘടനയുണ്ട്. MA ബേബി കൊണ്ടു നടന്ന ഒരു സ്വരലയ നയിക്കുന്ന സ്വരലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഈ രാജ്മോഹൻ എന്ന് പറയുന്നത്. തിരുവനന്തപുരം പ്രധാനപ്പെട്ട ഒരു സ്കൂളായ വട്ടിയൂർക്കാവിലെ സരസ്വതി വിദ്യാലയത്തിന്റെ ചെയർമാനുമാണ് ഈ രാജ്മോഹൻ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന്റെ CMD ആയിരുന്നു. അങ്ങനെ പൊതുവിൽ തിരുവനന്തപുരം പട്ടണത്തിൽ വളരെ പ്രമുഖനായ ഒരു വ്യക്തിയാണ്, തലയെടുപ്പുള്ള ഒരു വ്യക്തിയാണ് ഈ രാജ്മോഹൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ചെന്നിത്തലയെ ഭാവി മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടി ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെച്ച് തന്നെ പ്രശംസ നടത്തിയത്. എന്തായാലും മുഖ്യമന്ത്രിക്ക് അത് പിടിച്ചില്ല. മുഖ്യമന്ത്രി പിന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ, സ്വാഗത പ്രസംഗം കഴിഞ്ഞിട്ടാണല്ലോ മുഖ്യാതിഥിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു. കാരണം രവി പിള്ളയുടെ ഫംഗ്ഷൻ ആയതുകൊണ്ട് കൂടുതൽ ഉരുളക്കുപ്പേരി പോലെ മറുപടി പറഞ്ഞില്ല അദ്ദേഹം. സ്വാഗത പ്രാസംഗനെ കുറിച്ചൊരു വാചകം പറഞ്ഞില്ലെങ്കിൽ അത് ഒരു മോശമായി തീരുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗത്തിൽ സ്വാഗത പ്രാസംഗനെ പരാമർശിച്ചത്, രാജ്മോഹനെ പരാമർശിച്ചത്. അദ്ദേഹം രാഷ്ട്രീയമൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വലിയ ബോംബാണ് അദ്ദേഹം പൊട്ടിച്ചത്. മുഖ്യമന്ത്രി തൻ്റെ മനസ്സിനകത്തുള്ള വൈഷമ്യം ആ തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്കിതിനകത്ത് വിഷമമൊന്നുമില്ല, എന്നെ നിങ്ങൾ പ്രശംസിക്കാത്തത് കൊണ്ടും മറ്റാളിനെ പ്രശംസിച്ചുകൊണ്ടും എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ചെയ്തിരിക്കുന്ന വലിയൊരു ബോംബാണ് പൊട്ടിച്ചിരിക്കുന്നത്. അവരുടെ പാർട്ടിക്കകത്ത് വലിയ വിഷയമായി കൊണ്ടിരിക്കുന്ന സാധനത്തെ എടുത്ത് വീണ്ടും ഉയർത്തി വീണ്ടും ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ്. എന്തായാലും ഞാൻ ആ പാർട്ടിക്കാരനല്ല, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ എനിക്കിത് വലിയൊരു പ്രശ്നം, പക്ഷേ ആ പാർട്ടിക്കകത്ത് ഇതൊരു വലിയ ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് സ്വാഗത പ്രാസംഗികൻ എന്ന് പറയുമ്പോൾ തന്നെ ഇരുത്തിക്കൊണ്ടത് വേണ്ടായിരുന്നു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പക്ഷത്തുണ്ട്. അദ്ദേഹം യോഗം കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും സംഘാടകരിൽ പലരെയും കണ്ടിട്ട് പിന്നെ ഈ ചെയ്തത് ശരിയായില്ല എന്നും ഇത്തരത്തിൽ പെരുമാറാൻ പാടില്ലായിരുന്നുവെന്നൊക്കെ പറയുകയും ചെയ്തു. അത് CM-ന് വേണ്ടിയിട്ട് മറ്റു പലരും ഈ സംഘാടകരുടെ മുന്നിൽ അറിയിച്ചിട്ടുണ്ട്. രവി പിള്ളയെ ആദരിക്കുന്ന ചടങ്ങായതുകൊണ്ട് മാത്രമാണ് താൻ മിണ്ടാതെ പോയത്, ഇത്ര മാത്രം പറഞ്ഞിട്ട് പോയത് എന്നുള്ള ഒരു ധ്വനിയും അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. എന്തായാലും പരിധി വിട്ട ആ മറുപടി മുഖ്യമന്ത്രി നൽകാത്തത് അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. രാജ്മോഹൻ്റേത് അതിരുവിട്ട പരാമർശമാണെന്ന അഭിപ്രായം രവിപിള്ള ഗ്രൂപ്പിനും ഉണ്ടെന്ന് പറയുന്നു. എന്തായാലും ഈ രാജ്മോഹനുമായിട്ട് ഇനി കൂടുതൽ ചേർന്ന് പ്രവർത്തിക്കേണ്ട CPM നേതാക്കൾ എന്ന ഒരു തീരുമാനമാണ് CPM-ന് നിർദ്ദേശമാണ് പിണറായി വിജയൻ കൊടുത്തിരിക്കുന്നതെന്നും അറിയുന്നു. കാണാം നമുക്ക് എങ്ങനെയാണ് ഇനി രാജ്മോഹന് ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയായിരിക്കും എന്ന് കാത്തിരിക്കാം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.